أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين. وقال نبينا محمد صلى الله عليه وسلم മൻ അലിഫൽ മസ്ജിദ അലിഫഹുല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും അവൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, പള്ളിയുടെ ഓരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികളുടെയും മുഅ്മിനത്തുകളുടെയും പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിക്കും അനുബന്ധമാകുന്ന മുഴുവൻ പ്രസ്ഥാനങ്ങൾക്കും ഇതുപോലൊരു സാഹചര്യം ഒരുക്കിത്തന്ന മുഴുവൻ ഉദാരമതികളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടേതാകുന്ന നിർലോഭമായ ഈ സഹായ സഹകരണങ്ങൾ ഇരുലോകത്തും അവർക്ക് ഒരത്താണിയായി അള്ളാഹു സ്വീകരിച്ച് അവരുടെ പാരത്രിക മോക്ഷത്തിന് ഉതകുന്നതാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് ഡിസംബർ 6. ഇന്ത്യ ചരിത്രത്തിലെ ലോകത്ത് ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്ന മഹനീയമായ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട ഒരു ദിവസമാണ് 1992 ഡിസംബർ 6. മതേതര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ ഇന്ത്യയെ പോലെ പേരെടുപ്പുണ്ടായിരുന്ന ഒരു രാജ്യം വേറെ ഇല്ല. അത് ഈ 92 ഡിസംബർ 6 തകർന്നടിയുകയാണ്. ചരിത്ര വസ്തുതകളൊക്കെ നമുക്കറിയാം. ഇന്ന് നീതിപീഠങ്ങളും നമ്മളെയൊക്കെ വളരെ ആകാംക്ഷയോടെ കാണുന്ന രാഷ്ട്രീയ പാർട്ടികളും സമുദായ നേതാക്കന്മാരും എന്ന് വേണ്ട നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാണുന്ന സഹകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളിൽ നിന്നും അകന്നുകൊണ്ട് ഒരു പ്രത്യേക ചുറ്റുപാടിലാണ്, പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നിലപാടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, മുസ്ലിമീങ്ങളെപ്പോലെ സമാധാനികളാകുന്ന ഒരു ജനവിഭാഗം ഇന്ത്യ ലോകത്തില്ല. മറ്റ് ഇതര രാജ്യങ്ങളെടുത്താലും അങ്ങനെ തന്നെയാണ്. അവരൊരിക്കലും അക്രമികളോ അധർമ്മകാരികളോ അല്ല. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതികൾ പരിപൂർണമായും പാലിച്ച്, നിയമവിധേയത്വം പാലിച്ച് അവർ ജീവിച്ചു പോകുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെയാണല്ലോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലപാടിൽ 92 നടന്ന കിരാതമാകുന്ന മതേതരത്വൻ്റെ ധ്വംസനം അഥവാ ബാബരി മസ്ജിദ് തകർത്തത് മതേതരത്തിൻ്റെ ധ്വംസനം തന്നെയാണ്. കാരണം മതേതര മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന സൗധങ്ങളാണ് ഈ രാജ്യത്തിലെ ആരാധനാലയങ്ങൾ. അവ തകർക്കുക എന്നത് മതേതരത്തെ ഇല്ലാതാക്കലാണ്, സ്വേച്ഛാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കലാണ്. അതിനുശേഷം മുതൽ ആ ഒരു ബാബരി മസ്ജിദിൻ്റെ പേരിൽ ഇന്ത്യ മുസ്ലിമീങ്ങൾ അനുഭവിച്ച ത്യാഗം പറഞ്ഞറിയിക്കാവതല്ല. സഹോദരന്മാരെ, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. 949 ഈ ഒരു പള്ളിയുടെ നിലപാട് അന്ന് 521 വർഷക്കാലം നിർലോഭം മുസ്ലിം സമുദായം റബ്ബിന് സാഷ്ടാംഗം ചെയ്ത പള്ളി. എല്ലാ ദിവസത്തെയും പോലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് മുഅദ്ദിൻ പള്ളി പൂട്ടി വീട്ടിലേക്ക് പോകുന്നു. സുബഹി നിസ്കാരത്തിന് വരുമ്പോൾ 949 ഡിസംബർ
16-ാം തീയതി വരുമ്പോൾ ഉള്ള സാഹചര്യം, വെള്ളിയാഴ്ച രാവിലെ എത്തുമ്പോൾ ഉള്ള സാഹചര്യം, ഒരു കൂട്ടം ജനങ്ങളെ കാണുകയാണ്. മുഅദ്ദിൻ സാഹിബ്, പള്ളി തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇമാമ് നിൽക്കുന്ന മെഹ്റാബിൽ രാമൻ്റെ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞു. വളരെ പ്രശ്നങ്ങളായി. എന്നിട്ട് പിറ്റേ ആഴ്ച വ്യാഴാഴ്ച എത്തിയപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. പിന്നെ ജുമാ നിസ്കാരം ആ പള്ളിയിൽ നടന്നിട്ടില്ല. ജുമാ നിസ്കാരം ആ പള്ളിയിൽ പിന്നെ നടന്നിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് കറക്റ്റാണ്. പിന്നെ ഉണ്ടാകുന്ന അന്ന് ഇവിടുത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം പറഞ്ഞു എടുത്തു മാറ്റാൻ. അപ്പോൾ അന്ന് കോടതി പറഞ്ഞു എടുത്തു മാറ്റുമ്പോൾ ഇവിടെ സംഘർഷം നടക്കും, അതുകൊണ്ട് സീൽ ചെയ്ത് പൂട്ടിയിട്ടു. സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ പ്രശ്നത്തിനിറങ്ങിയോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ പ്രശ്നത്തെ ആയുധവുമായി പുറത്തിറങ്ങിയോ? അവിടെ മുസ്ലിമീങ്ങളില്ലേ? യു പിയിൽ, ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഏറ്റവും വലിയൊരു സ്റ്റേറ്റാണ് യു പി, ഉത്തർപ്രദേശ്. ഇന്ന് കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഈ യു പിയിൽ, ഉത്തർപ്രദേശിൽ മുസ്ലിമീങ്ങൾ 4 കോടിയിൽ കൂടുതലുണ്ട്. 4 കോടിയിൽ പുറത്ത് മുസ്ലിമീങ്ങളാണ്. എന്തേ? അപ്പോൾ ഇവിടുത്തെ കേരള ജനതയേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ പാർക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ നടന്ന ഈ സംഭവത്തിന് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ അവർ സംഘടിച്ചുകൊണ്ട് ദേവാലയം തകർത്തോ? ഇല്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ അക്രമകാരികളല്ല, അവർ സ്വതസിദ്ധമായി സമാധാനികളാണ് എന്ന് ഈ സംഭവം നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരന്മാരെ, അവിടെ തുടങ്ങി എത്ര സംഭവങ്ങളുണ്ടായി. 10 പതിറ്റാണ്ടുകൾ കോടതി കയറിയ കേസല്ലേ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. പിന്നെ അത് പൊളിച്ചു, കരസേവകർ പൊളിച്ചു. അപ്പോഴും ആരും പ്രശ്നത്തിന് പോയില്ല. നമ്മൾ നോക്കുകുത്തികളായി കണ്ടുകൊണ്ട് സഹതപിച്ചു, നമ്മൾ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോടതിയിലായി. 10 പതിറ്റാണ്ടുകൾ അതിൻ്റെ പിന്നാലെ മുസ്ലിം സമുദായം കയറിയിറങ്ങി കോടതികൾ, നീതിപീഠങ്ങളിൽ. എവിടെ എത്തി? അവസാനം എല്ലാ നിലയിലും സർവേകളൊക്കെ നടന്നു, പരിശോധനകളൊക്കെ നടന്നു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതി, അവർക്കറിയാം ഇത് മുസ്ലിമിൻ്റെ സ്ഥാപനം തന്നെയാണ്. ചുരുക്കത്തിൽ അവർ ദൈവത്തിൻ്റെ ഒരു കൽപ്പന എന്ന നിലയിൽ ഒരു ജഡ്ജി, ഞാൻ ആ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, വിധിച്ചു. അതങ്ങനെ പോയി. അപ്പോഴും മുസ്ലിമീങ്ങൾ സഹിച്ചു. കാരണം എന്താ? ഇന്നൽ മസാജിദിലില്ല. ഈ പള്ളികൾ എന്ന് പറയുന്ന വഖഫ് ഭൂമികൾ, വഖഫിൻ്റെ പ്രസ്ഥാനങ്ങൾ പടച്ചവൻ്റെ ഭവനമാണ്, അവൻ്റെ ഗേഹങ്ങളാണ്. ഈ ഗേഹത്തിന് അവകാശം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. മനുഷ്യനാകുന്ന ആർക്കും അതിന് അവകാശമില്ല. ആ ഭാഗത്തേക്ക് അത് നീങ്ങിക്കഴിയുകയാണ്. ആ സ്ഥാപനത്തിൻ്റെ, ആ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം ഉടമസ്ഥൻ റബ്ബ് സുബ്ഹാനഹു, നമ്മുടെ സൃഷ്ടാവാകുമ്പോൾ, ജഗന്യന്താവാകുമ്പോൾ അവൻ നോക്കിക്കൊള്ളും. നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവ്വലു ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. ഭൂലോകത്ത് ആരാധിക്കാനായി ആദ്യമായി പടക്കപ്പെട്ട ഗേഹം കഅബ ഷരീഫാണ്. പഴയ ഭവനം എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലൊക്കെ ഒന്ന് പോയി നോക്കിയേ. റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ആനക്കലഹ വർഷം, ആനപ്പട, അബ്രഹത്ത് രാജാവിൻ്റെ, ഞാനിത് പറയുന്നത് റബ്ബിൻ്റെ ഭവനമാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. അബ്രഹത്ത് രാജാവിൻ്റെ ആനപ്പട ആയിരക്കണക്കിന് പടയാളികളുമായി കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടിയിട്ട് യമനിൽ നിന്നും വരുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പുപ്പ, വാപ്പയുടെ വാപ്പ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? കഅബ ശരീഫിൻ്റെ ഓരത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, റബ്ബേ, സൃഷ്ടാവായ നാഥ, നിന്റെ ഭവനം ഞങ്ങൾക്ക് നോക്കാൻ കഴിയില്ല.
അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വരികയാണ്, തമ്പടിച്ചിട്ടുണ്ട്, ഇത് പൊളിക്കാൻ വേണ്ടി വരികയാണ്, നോക്കൽ നിന്റെ കടമയാ, ഞങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുറൈശികൾ മലയിൽ കയറി ഒളിക്കുകയാണ് ചെയ്തത്. പടച്ചോൻ കാത്തോ? നോക്കിയോ? ശ്രദ്ധിച്ചോ? പിടിച്ചോ? ചിന്തിച്ചു നോക്കിയേ. ഖുർആൻ വിവരിക്കുന്നില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സൂറത്തുൽ ഫീലിൻ്റെ അധ്യാപനം എന്താ? അല്ലാഹു തആല നിഷ്പ്രഭമാക്കിയില്ലേ ആനപ്പടയെ? ഈ ആനപ്പടയെ അല്ലാഹു അവിടെ വെച്ച് നിഷ്കരുണം കൊന്നൊടുക്കിയില്ലേ? പടച്ചോൻ സൂക്ഷിച്ചല്ലോ, അവൻ്റെ ഭവനം അവൻ നോക്കിയല്ലോ. ഇതുപോലെ തന്നെയാണ് എല്ലാ അള്ളാഹുവിൻ്റെ പള്ളികളും, യാതൊരു മാറ്റവുമില്ല. കാരണം ഖിയാമത്ത് നാളാകുമ്പോൾ ഈ കാണുന്ന പള്ളികളെല്ലാം ഈ കഅബ ഷരീഫിൻ്റെ മഅ്മൂമുകളാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമുക്കെല്ലാം വേദനയുണ്ട്, നമുക്കൊക്കെ വളരെയേറെ വേദനയുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങൾ ദൈനംദിനം നേരം വെളുക്കുമ്പോൾ എന്തായിരിക്കും സാഹചര്യം എന്ന നിലയിലാണ് ദൈനംദിനം വളരെ വിഷണ്ണരായി കഴിയുകയാണ്. കാരണം ഈ സമുദായം ആരെയും ആക്രമിക്കാൻ പോകാത്തവരാണ് എന്നതിൻ്റെ പേരിൽ, ആരെയും ചൂഷണം ചെയ്യാൻ പോകാത്തവരാണ് എന്നതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായി ഇന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ അന്യൻ്റേതാകുന്ന ഏതെങ്കിലും വസ്തുവകകൾ എടുക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ടോ? അന്യൻ്റെ തിന്നാൻ അനുവാദമുണ്ടോ? അന്യൻ്റേത് കുടിക്കാൻ അനുവാദമുണ്ടോ? ഉടുക്കാൻ അനുവാദമുണ്ടോ? അവിടെ കയറി അന്യൻ്റേത് പിടിച്ചെടുക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഫിഖ് അറിയാം, കർമ്മശാസ്ത്രം അറിയാം. അനുവാദമില്ലാതെ ഒരുവൻ്റെ വസ്തുവിൽ കടന്നിട്ട് നിസ്കരിക്കാൻ സമയമായി, അവൻ്റെ അനുവാദമില്ലാതെ ആ ഭൂമിയിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹീഹാവുമെങ്കിലും കൂലി കിട്ടത്തില്ല. എന്താ കാര്യം? അനുവാദമില്ലാത്തോട്ടാ. ഇത് ശരീഅത്തിൻ്റെ നിയമമാണ്. ഞാൻ എൻ്റെ വയറ്റിലേക്ക് കടത്തിവിടുന്ന പാനീയമായാലും ആഹാരമായാലും എനിക്ക് അനുവദനീയമല്ലാത്തതാണ് എങ്കിൽ അതിൽ നിന്ന് മുളയ്ക്കുന്ന മാംസവും മജ്ജയും രക്തവും നാളെ നരകത്തിന് അവകാശപ്പെട്ടതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു ലഹ്മിൻ മിനസ്സുഹത്തി അന്നാറു ഔലാബി. ഹറാമിൽ നിന്ന് മുളയ്ക്കുന്ന മജ്ജയും മാംസവും അതിന് അവകാശപ്പെട്ട നരകമാണ്. ഈ തത്വം പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്ന മുസ്ലിം അവൻ്റെ ദേവാലയം, അവൻ്റെ പള്ളി പണിയാൻ അന്യവൻ്റെ ഭൂമി എടുക്കുമോ? ഒരു സഹോദര സമുദായത്തിൻ്റെ അമ്പലം തകർത്തിട്ട് നമുക്ക് പള്ളി പണിയേണ്ട കാര്യമുണ്ടോ? എവിടെയെങ്കിലും ശരീഅത്തിൽ അങ്ങനെ നിയമമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നോ? നിങ്ങൾ നോക്ക്, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമീറുൽ മുഅ്മിനായി ഭരണസിരാകേന്ദ്രം തിരിക്കുന്ന സാഹചര്യത്തിൽ, അഥവാ മദീനയിലെ മൂപ്പർ അമീറുൽ മുഅ്മിനീനാണ്, ഭരണാധിപനാണ്. അങ്ങനെ കഴിയുന്ന സാഹചര്യത്തിൽ ഫലസ്തീനിലേക്ക് പോയി. ഫലസ്തീനിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച്, ക്രിസ്ത്യാനികളുള്ള ക്രിസ്ത്യൻ ചർച്ചിലേക്ക് മൂപ്പര് പ്രവേശിച്ചു. അവരെല്ലാം വളരെ സന്തോഷത്തോടെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധിപനാണല്ലോ, സ്വീകരിച്ചു, ആനയിച്ചു. നിസ്കാരത്തിന് സമയമായപ്പോൾ അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഇവിടെ നിസ്കരിച്ചാട്ടെ. അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിനകത്ത് നിസ്കരിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സമുദായം ഉമർ നിസ്കരിച്ച പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെടുക്കാൻ വരും. അത് അപകടമാണ്, ഞാൻ നിസ്കരിക്കൂല. നിങ്ങൾ ചിന്തിക്കുന്ന സഹോദരന്മാരെ, ഉമറുല്ലാഹിന് മോശമല്ലല്ലോ, ഉമറുല്ലാഹിന് മോശമല്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞ എന്താ? ലൗ സല്ലൈതു ദാഖിലൽ കനീസ അഖദഹൽ മുസ്ലിമൂന ബഅദു. മുസ്ലിമീങ്ങൾ അത് പിടിച്ചെടുക്കും, എനിക്ക് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം മുസ്ലിമീങ്ങൾ പിടിച്ചെടുക്കും. കാരണം എന്താ? അവർ പറയും, പുനാ സൊല്ലാ ഉമറു, ഉമർ ഇബ്നു ഖത്താബ് ഈ സ്ഥലത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവർ പിടിച്ചെടുക്കും. മാത്രമോ, അദ്ദേഹം ചെയ്തത് എന്താണ്? പുറത്തുള്ള സ്റ്റെയർ കേസിൽ അവിടെ തുണി പിരിച്ച് നിസ്കരിക്കുകയാണ് ചെയ്തത് ഉമർ ഇബ്നു ഖത്താബ് ഉള്ളത്. എന്നിട്ടൊരു കത്തെഴുതി കൊടുത്തു, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോണം. നോക്ക് നിങ്ങൾ, കതബലഹും അല്ലാ യജ്മഅ ഫീ ഹാദ ദർജ അസ്സലാത്തു വലാ യുഅദ്ദനു അലൈഹ.
ഈ സ്ഥലത്ത് നിസ്കരിക്കുവാനോ ബാങ്ക് കൊടുക്കപ്പെടാനോ മുസ്ലിമിൻ്റെതാകുന്ന ആചാര അനുഷ്ഠാന കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തു. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം, മുസ്ലിമീങ്ങളുടെ സംസ്കാരം ഇതാ. എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമുക്ക് ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും ഉണ്ട്, ഇനിയും നമ്മൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തെല്ലാം വരുന്നെങ്കിലും ഇരുകരങ്ങളും നീട്ടി റബ്ബിൻ്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പോൾ അറിയാമല്ലോ, ഇത് കഴിഞ്ഞു ബാബരി മസ്ജിദ് വിഷയം അങ്ങനെയായി. ഇതിനകത്ത് വലിയൊരു കാര്യം നിഗൂഹനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദ് അവർക്ക് വേണ്ടി വിധി നടപ്പിൽ വരുത്തിയ ജഡ്ജി ഇന്ന് ലോക്സഭാ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ആ വിധി ചരിത്രപരമായ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നമുക്ക് പലതും സാധിക്കാമെന്ന് അവർ അതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഗ്യാൻവാബി പള്ളിയുടെ കേസ്, ഷാഹി മസ്ജിദിൻ്റെ കേസ്, അതേപോലെ ഡൽഹി ജുമാ മസ്ജിദിന് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്, ഡൽഹി ജുമാ മസ്ജിദ്. അതേപോലെ അജ്മീർ ഹാജ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ദർഗയും അവരുടെ അമ്പലം തകർത്തുണ്ടാക്കിയതാണെന്ന് പറയുന്നു. റബ്ബേ, ആരാണ് അജ്മീർ ഹാജ തങ്ങൾ? ഭൗതിക ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആത്മീയ ലോകത്ത് മുടിചൂടാൻ മന്നനാകുന്ന മഹാനവറുകൾ 20 വർഷക്കാലം തസവുഫിലായി കഴിഞ്ഞ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം സംഭവങ്ങളുണ്ട്, കറാമത്തിൻ്റെ സംഭവങ്ങൾ ധാരാളമുണ്ട്. ഏതായാലും നമുക്കുള്ള ആയുധം അല്ലാഹു റസൂൽ പഠിപ്പിച്ച സിലാഹുൽ മുഅ്മിനി അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. റബ്ബിലേക്ക് മഹാനായ അബ്ദുൽ മുത്തലിബ്, നബിയുടെ നബിയുടെ ഉപ്പാപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ്, കഅബ ശരീഫിനെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ, നീ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് പോയെങ്കിൽ, സംരക്ഷണം റബ്ബ് ഏറ്റെടുത്തുവെങ്കിൽ അതേ നിലപാടാണ് നമുക്കിനി ഉള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടേതാകുന്ന ഭവനങ്ങൾ അഥവാ നമ്മുടേതാകുന്ന പള്ളികൾ അതിൻ്റെ പുണ്യത നിലനിർത്തുവാൻ വേണ്ടി പടച്ചവനോട് നമുക്ക് ദുആരക്കാം. അതിന് എതിരാകുന്ന ഏതെല്ലാം കാര്യങ്ങൾ വന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തണലുണ്ടാകട്ടെ, അവൻ്റെ സഹായം ഉണ്ടാകട്ടെ. അത്രമാത്രമേ നമുക്കിന്ന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടേതാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിച്ച് യഥാർത്ഥമാകുന്ന നല്ലൊരു നിലപാട് നമ്മുടെ ലോകത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ, ഒരമ്മ മക്കളെപ്പോലെ ഈ ഇന്ത്യ ഏത് നിലപാടിൽ തുടർന്നു പോയിക്കൊണ്ടിരുന്നുവോ അതേ നിലപാടിൽ മതമൂല്യങ്ങൾ, മതസംസ്കാരങ്ങൾ, മതേതര മൂല്യങ്ങൾ ഒക്കെ കാത്തു സൂക്ഷിച്ച് ഇവിടെ ജീവിക്കാനുള്ള സംരംഭം ഉടലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അള്ളാഹു അതിനായി തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.